നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ മീൻ പൊള്ളിച്ചത്. ഇപ്പം ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണ്. അയല പൊള്ളിക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോയാണ്. ഇതിലെ മീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യും. ചിലർ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യും, ചിലർ തേങ്ങാപ്പാൽ ഒഴിക്കാതെ ചെയ്യും. നമ്മളിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച രീതിയാണ് പരീക്ഷിക്കുന്നത്. കുറച്ച് ജ്യൂസി ആയിട്ടുള്ള അങ്ങനെ അയല പൊള്ളിച്ചത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നമ്മൾ കുറച്ച് നേരം മുൻപ് തന്നെ ഒരു 2-3 മണിക്കൂർ മുൻപ് തന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ലൈം ജ്യൂസ്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അയല നമ്മൾ നന്നാക്കിയിട്ട് വരഞ്ഞതിന് ശേഷമാണ് ഈ പൊടികളെല്ലാം ചേർത്ത് മിശ്രിതമാക്കിയിട്ട് നമ്മൾ മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചധികം നേരം 2-3 മണിക്കൂർ മിനിമം നമ്മളിത് ഫ്രിഡ്ജിലോ പുറത്തോ എങ്ങനെ വെച്ച് നമ്മൾ നന്നായി പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ദേ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. ഫ്രൈ പാനിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് മീനായിട്ട് ഇട്ട് കൊടുക്കാം മെല്ലെ. എപ്പോഴും മീനിടുമ്പോൾ കുറച്ച് വെച്ചിടുക, നന്നായി ഉള്ളു വേവണം, അതിന് വേണ്ടിയിട്ടാണ്. അതേ 3 മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. അത് കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകുന്ന അധികം വരട്ടണ്ട. അപ്പോൾ ഇത് നന്നായി മൊരിയണം. എന്നാൽ ഓവറായിട്ട് മൊരിയാനും പാടില്ല. നമുക്കിനി തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഓവറായി മൊരിയരുത്, എന്നാൽ അത്യാവശ്യമായിട്ട് മൊരിയും വേണം. ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മീൻ മാത്രമാണ് മറച്ചിട്ടത്. ഇനി നമുക്ക് 2 മീനുകളും മറച്ചിടാം. കണ്ടോ, ഇത് ഇത്രയും ആവണമെന്നില്ല, ഇതിന് മുൻപായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. 3 മീനും കണ്ടോ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറുപുറം ആയിക്കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മീൻ മൂത്ത് വരുന്നതിന് ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സവോള, ആക്ച്വലി നമുക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി കണ്ടല്ലോ, പിന്നെ മാത്രമല്ല നന്നാക്കാനുള്ളൊരു മടി പോലും ഞാൻ സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ്, ഫൈൻ പേസ്റ്റാക്കി അരച്ചതാണ്. പിന്നെ അതേ ഒരു കുഞ്ഞി തക്കാളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ പിന്നെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഭംഗിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് കീറിയതും, തക്കാളി 4 കഷ്ണവും, അതേപോലെ സവോളയും ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ മസാലയ്ക്കൊക്കെ വേണ്ടി കൂട്ട് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ള ഒരു പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകി പാലെടുക്കണം. നമ്മൾ തമ്പാല്, അതായത് 1-ാം പാല് തന്നെയാണ് നമ്മളിത്. കുറച്ച് പാലേ വേണ്ട, ഒരുപാടൊന്നും വേണ്ട. അത് നമുക്ക് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിടുവാണ്. നല്ലൊരു മൂപ്പായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പുറം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ, നല്ല ജ്യൂസിയാണ് നമ്മുടെ മീൻ ഓൾറെഡി കേട്ടോ. കുറേ നേരം നമ്മൾ പുരട്ടി വെച്ചതുകൊണ്ടാണ്. നമുക്ക് മെല്ലെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ എങ്ങാനും മാറ്റണം. ഇത് ദേ നമ്മൾ മീൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് തേങ്ങാപ്പാൽ ചിരകാം. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി തേങ്ങ ചിരവി തേങ്ങാപ്പാൽ എടുക്കാം. ഇവിടെ ഞാൻ 1/2 മുറി തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളൂ. 1/2 മുറി തേങ്ങ ചിരകിയതാണ്. ഇനി ഇത് നമുക്ക് പാലെടുക്കണം. നമ്മളിതേ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ ചിരകിയിട്ട് തമ്പാൽ മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലൊന്നും എടുത്തിട്ടില്ല. 1-ാം പാൽ മാത്രം, അതായത് തമ്പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതേ മസാല ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഫ്രൈയിങ് പാനിൽ തന്നെയാണ് നമ്മൾ മസാലയും പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. വെറുതെ എണ്ണ വേസ്റ്റ് ചെയ്യേണ്ട. പിന്നെ ആ ഒരു മീനിൻ്റെ രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക, ആവശ്യാനുസൃതം ചെയ്യാം. ഇതിലേക്ക് ആദ്യം തന്നെ സവാള ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് സവാള ഇട്ട് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ എണ്ണ സവോളയിൽ ഒന്ന് ഇളക്കിയിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, എനിക്ക് കൈയളവാണ്, നിങ്ങൾക്കറിയാലോ. ആവശ്യത്തിന് മസാലയ്ക്ക് വേണ്ടുന്ന മാത്രം ഉപ്പ് ഇടുക. നമ്മൾ ഓൾറെഡി മീനിലെ
പുരട്ടി വെച്ചിരുന്ന ഉപ്പ് എല്ലാം മസാലയെല്ലാം അതിനുള്ള ഉപ്പ് വേണ്ട, മറിച്ച് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇടുക. എന്നിട്ട് ചെറുതായിട്ട് കളർ ചേഞ്ച്, നല്ല മൂക്കരുത്, കളർ ചേഞ്ച് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ പച്ചമുളക്, ഇതിൻ്റെ മൂന്നിൻ്റെയും പേസ്റ്റ് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഇത് മൂത്ത്, അതായത് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ട് ആ ഒരു പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മൂക്കണം. അതിന് ശേഷം മാത്രമേ തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇത് ഇതേ ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞി തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതും നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ചേഞ്ച് നന്നായിട്ട് കാണാൻ പറ്റും. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരുപാട് കരിയുന്ന പോലെ ആക്കരുത് കേട്ടോ മസാല. ഇതിപ്പോൾ കണ്ടോ, തക്കാളിക്ക് ഇനി മൂക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ മസാല ഇടുന്നത്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കുഞ്ഞ് ടീസ്പൂണിൽ നമ്മളൊരു അരയൊക്കെയാണ് ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചാണ്, എത്രമാത്രം എരിവ് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ഇടാം. ഇപ്പം ഞാൻ ദേ കുഞ്ഞൊരു സ്പൂണിൽ ഒരു 1.5 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുഞ്ഞ് ടീസ്പൂണാണ് കേട്ടോ. ഇത് എത്രമാത്രം ഇത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇതിൽ ഒരു 2 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. പിന്നെ ദേ മുളക് പൊടി, കാശ്മീരി അല്ല, നല്ല ചില്ലിയാണ്, എരിവുള്ളതാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ, ഒരു 1-1.25 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതും കൂടെ ഈ മസാലയിൽ നന്നായി ചേർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഫോം കിട്ടുന്നതായിരിക്കും. നമ്മളിതേ ഇപ്പം ഇതിലേക്ക് കുറച്ച് തൈര്, ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ, തൈര് ഒഴിച്ചിട്ട് ഇത് ഇളക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് മെല്ലെ ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ ഒരു ചേർമയാവാനുണ്ട് തൈരിൽ. അതിനുശേഷം നന്നായി ചേർമയായതിനു ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്തിടാം. ഇത് ഏതാണ് നമ്മുടെ മസാല. ഇതിൽ ഞാൻ ജസ്റ്റ് മല്ലിത്തലയുടെ ഒരു 2 കഷ്ണം ഇട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഇത് നമ്മളിതേ മസാല, നമ്മളിപ്പോൾ ഞാൻ ഈ മസാല കൊണ്ട് 4 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ഇടുക. എന്നിട്ട് നമ്മളിതിലേക്ക് പരത്തുക. നമ്മളിത് പരത്തിയിട്ടുണ്ട്. നമ്മൾ അയലയാണ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ പരത്തേണ്ടത്. ഇതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതാണ്, അയല വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ മസാല നമ്മൾ എടുത്തു വെച്ച് കൊടുക്കാം. ബാക്കി മസാല നമുക്ക് കുറച്ച് ഉള്ളിലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ മസാല ഒന്ന് ജസ്റ്റ് ഉള്ളിലും കൂടെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളിത് കറക്റ്റായിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് മസാലയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെല്ലെ കെട്ടിക്കൊടുക്കാം. ഇത് ഒരൊറ്റ വട്ടം കവർ ചെയ്താൽ മതി കേട്ടോ. ഇല അധികം വലിപ്പം വേണമെന്നില്ല, ജസ്റ്റ് ഒരൊറ്റ വട്ടം ഇങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇലയുടെ വലിപ്പം നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഒരു വാഴയുടെ ഇല ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഴയുടെ തണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ത്രെഡോ എന്ത് വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് ഇത് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ദേ ഈ വാഴയുടെ ഈ തണ്ട് വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പം ദേ കറക്റ്റായിട്ട് ഇതിലിരിക്കാൻ വേണ്ടിയിട്ട്.
ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലാണ്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു, പാലെടുത്തിരുന്നു. അത് നമുക്ക് ഇതിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിരിക്കുകയാണ് കേട്ടോ ഫ്രൈ പാൻ, ശ്രദ്ധിച്ചൊഴിക്കുക. പകുതിയാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് രണ്ടെണ്ണമാണ് പൊള്ളിച്ചെടുക്കാനായിട്ട് നമുക്ക് അറ്റ് എ ടൈം പറ്റുള്ളൂ. നമ്മൾ ഒരെണ്ണം കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ദേ നമ്മൾ ഗാർണിഷ് ചെയ്യുവാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദേ ജസ്റ്റ് ഒരു സവാള റൗണ്ടിലരിഞ്ഞത്, ഒരു തക്കാളി, ഒരു ചെറിയ പീസ് പച്ചമുളക്, ഒരു കുഞ്ഞി മല്ലിത്തല, ഇത്രയും വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് മെല്ലെ ചുറ്റി മടക്കാം. ബാക്കിയുള്ള ഭാഗം കളയാം. രണ്ടെണ്ണം നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാലൊക്കെ നന്നായി ഇതേ വറ്റി കുറുകി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ ഒരു വട്ടം മറച്ചിട്ടതാണിത്. ഇവിടെയൊക്കെ നന്നായിട്ട് മൂത്ത പോലെ നല്ല ഒരു ഇല മൂത്ത് കഴിഞ്ഞൊരു കളർ വരില്ല, ഒരു ബ്ലാക്കിഷ് ബ്രൗണിഷ് ആ ഒരു കളർ വരണം. അപ്പോൾ ഇതേ നല്ല പാലൊക്കെ ഇതിലത്തെ വറ്റി പോയിട്ടുണ്ട്. ഇപ്പം ഇതേ നമ്മൾ പകുതി മാറ്റി വെച്ച തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന രണ്ട് രീതിയിലും, അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഒഴിക്കാതെയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതും രണ്ടെണ്ണം അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പൊഴിച്ച തേങ്ങാപ്പാലൊക്കെ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഇല കണ്ടോ പൊട്ടിപ്പോയിട്ടുണ്ടായ ഇല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. കണ്ടോ, ഇതാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച മീൻ പൊള്ളിച്ചത് എന്ന് പറയുന്നത്. ഇതാ അടുത്തതായിട്ട് നമ്മൾ ഇതേ പാലൊഴിക്കാതെ എണ്ണ, വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതൊഴിച്ച് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് രണ്ടും രീതി നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് രുചി ഇഷ്ടമാവുന്നത് എന്ന് നോക്കുക. എണ്ണതേ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ ഇതാക്കി വെച്ചതാണ്. ഇത് നന്നായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക കേട്ടോ. അത് മീഡിയത്തിൽ വയ്ക്കുക ഫ്ലെയിം എപ്പോഴും. ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു സൈഡിൽ കളറാവുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ളതായ കാരണം മീൻ വേവോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട നമുക്ക്. ഇത് ആക്ച്വലി ഓയിൽ ഒഴിക്കാതെ കല്ലിൽ ചുട്ടെടുക്കണവരുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടേതായ രീതിക്ക് നമ്മുടേതായ പരിമിതികൾ വെച്ച് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. നമ്മളിതേ രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന രണ്ടെണ്ണമാണ് നമ്മൾ പാലിലെടുത്തത്. ഈ കുറച്ചും കൂടെ ബ്രൗൺ ആയിരിക്കുന്നതാണ് നമ്മൾ അല്ലാതെ ഫ്രൈ ചെയ്ത് എടുത്തത്, അതായത് പൊള്ളിച്ചെടുത്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഇപ്പോൾ ഞാൻ വീട്ടിലാണ്. അപ്പോൾ മമ്മിയോടും ഡാഡിയോടും അനിയനോടും ചോദിക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും അവർക്കൊക്കെ ഏതാ ഇഷ്ടമായേ എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പാലിൽ എടുത്തതാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. മെല്ലെ കെട്ടൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് മെല്ലെ ഓപ്പൺ ചെയ്യാം. വാവ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഗാർണിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ അടിയിലാണ് കേട്ടോ. ഇതാണ് തേങ്ങാപ്പാലിലുള്ളത്. ഇതാണ് കേട്ടോ. ഇതാ മസാല അടക്കമുള്ള മസാല ഉള്ളതാണ് ഇത് ഇങ്ങനെ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തത് ഒരെണ്ണം നോക്കാം. വാവ്, ഇത് ഗാർണിഷ് ചെയ്ത് കറക്റ്റായി കാണാനുണ്ട്. ഇതാണ് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി രുചി നമുക്ക് ഇവരോട് നോക്കി പറയാം. ഇത് നമ്മുടെ വെളിച്ചെണ്ണയിൽ വറുത്തതാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്തതാണ്.
റിവിൻ കഴിച്ചു നോക്കുവാണ്. ആദ്യം വെളിച്ചെണ്ണയിൽ കഴിച്ചതാണ്, വറുത്തെടുത്തതാണ് കഴിക്കണേ. ഇനി മസാലയിലൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. തേങ്ങാപ്പാൽ എടുത്തതാണ് രുചി എന്നാണ് റിവിന്റെ അഭിപ്രായം കേട്ടോ. തേങ്ങാപ്പാൽ എടുത്തതാണ് രുചി എന്നാണ് റിവിൻ പറയുന്നത്. ഇനി നമുക്ക് ഡാഡിയോട് ചോദിക്കാം. ഡാഡി ഇതേ കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. ഡാഡി ആദ്യം ഫ്രൈ ചെയ്തതാട്ടോ, വെളിച്ചെണ്ണയിൽ പൊള്ളിച്ചെടുത്തതാണ് കഴിക്കുന്നത്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ട്. അടുത്തത് നോക്കണം. ഇത് തേങ്ങാപ്പാലില് നമ്മൾ പൊള്ളിച്ചെടുത്താട്ടോ. മസാലയൊക്കെ ഇങ്ങനെ കൂട്ടി എല്ലാം കൂടി എടുത്ത് ഇടൂ. അടിപൊളി തേങ്ങാപ്പാലിന്റെയാണ് നട്ടത്. ഓക്കെ, അതാണ് ഡാഡിയുടെ സജഷൻ. ഇനി മമ്മിയുടെ ചോദിക്കാട്ടോ നമുക്ക്. മസാല കൂട്ടിക്കില്ല. ഭയങ്കര ഫ്രഷ് അടിപൊളി. കാണുമ്പോ തന്നെ തിന്നാൻ കഴിക്കാൻ തോന്നുന്നുണ്ട്. സൂപ്പർ, അടിപൊളിയായിരുന്നു. അത് തേങ്ങാപ്പാലില് ചെയ്തത്. ഇനി ഇത് ഇതൊന്നുകൂടി നന്നായിട്ട് തോന്നുന്നു വെളിച്ചെണ്ണയിലത്തെ. ഓക്കെ, അപ്പൊ മമ്മിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്താണ് കൂടുതൽ രുചി എന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ. മസാലയൊക്കെ ചേർത്ത് ഒരു സവോള കൂടെ ചേർത്ത് സൂപ്പർ. ഇനി ഇത് നോക്കാം. ഇത് തേങ്ങാപ്പാലിലാണ്. ഇത് ഭയങ്കര ജ്യൂസി ആട്ടോ. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ തേങ്ങാപ്പാലിൽ ചെയ്തത്. നല്ല ഫ്ലഷിയും നല്ല സ്വീറ്റും ഒപ്പത്തോടൊപ്പം നല്ല സ്പൈസി ആയി കുരുമുളകിന്റെ ഫ്ലേവറൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. സൂപ്പറാണ്. പേഴ്സണലി എനിക്കിഷ്ടമായത് തേങ്ങാപ്പാലിൽ ചെയ്തതാണ്. മമ്മിക്ക് ഫ്രൈ ചെയ്താണ് ഇഷ്ടമായത്. ഡാഡിക്കും പ്രിയനും തേങ്ങാപ്പാലിൽ ചെയ്താണ് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എല്ലാം ട്രൈ ചെയ്യുക. ഈസി റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.